പാർട്ടിക്കുള്ളിലെ വ്യക്തിപൂജകൾക്ക് സ്ഥാനമില്ല എന്നും അച്ചടക്കമാണ് കോൺഗ്രസിന്റെ കരുത്തെന്നും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. കർണാടകയിൽ നടന്ന ഒരു പാർട്ടി പരിപാടിക്കിടെ അച്ചടക്കം ലംഘിച്ച പ്രവർത്തകർക്ക് കടുത്ത ഭാഷയിലാണ് ഖാർഗെ മുന്നറിയിപ്പ് നൽകിയത്. മുഖം നോക്കാതെ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. പാർട്ടിയുടെ അച്ചടക്കത്തെ എത്രത്തോളം പുറം ലോകം അംഗീകരിക്കപ്പെടണം എന്നതിന്റെ ഒരു സംഘാടകന്റെ നിർബന്ധം കൂടി തുറന്നു കാണിക്കുന്നു ഇവിടെ. ബംഗളൂരിൽ നടന്ന സങ്കല്പ സമാവേശ പരിപാടിയിൽ AICC അധ്യക്ഷൻ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. സദസ്സിലുണ്ടായിരുന്ന ചില ആവേശഭരിതരായ പ്രവർത്തകർ മുഖ്യമന്ത്രി DK ശിവകുമാറിന് അനുകൂലമായി DK എന്ന മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഈ മുദ്രാവാക്യം വിളി ഉയർന്നതോടെ കോൺഗ്രസ് അധ്യക്ഷൻ ഇടപെട്ടു. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല, മറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പരിപാടിയാണെന്ന് അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി. കോൺഗ്രസിൽ വ്യക്തിപൂജയ്ക്കല്ല, മറിച്ച് പാർട്ടി തത്വങ്ങൾക്കാണ് പ്രാധാന്യമെന്നും എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്നും ഖാർഗെ വ്യക്തമാക്കുകയായിരുന്നു. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയായിരുന്നു. ഒരാൾ ഒരു കാര്യം പറയുകയും മറ്റൊരാൾ വേറൊരു കാര്യം വിളിച്ചു പറയുകയും ചെയ്താൽ ബാക്കിയുള്ളവർ പിന്നെ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? അവരിവിടെ തറ തൂക്കാൻ വന്നതാണോ? എനിക്ക് 58 വർഷത്തെ രാഷ്ട്രീയ പരിചയമുണ്ട്. ഒരുപാട് നേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. പാർട്ടിക്ക് അവരുടെ സംഭാവന ചെറുതാണെങ്കിലും പാർട്ടി അവർക്ക് നൽകിയത് വളരെ വലിയ സംഭാവനയാണ്. ഓർത്തു വെച്ചോളൂ, പാർട്ടിക്ക് എപ്പോഴും അച്ചടക്കം അത്യാവശ്യമാണ്. ഇവിടെ ആരൊക്കെയാണ് ബഹളം വെക്കുന്നത് അവരുടെയൊക്കെ ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ടാകും. ആ ദൃശ്യങ്ങൾ ഓരോന്നും പരിശോധിച്ച ശേഷം ഞാൻ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അദ്ദേഹം വേദിയിലൂടെ വിളിച്ചു പറഞ്ഞത്. നേതാക്കൾക്ക് മുകളിലാണ് പ്രസ്ഥാനമെന്ന വലിയ സന്ദേശമാണ് ഈ ശാസനയിലൂടെ കോൺഗ്രസ് അധ്യക്ഷൻ നൽകുന്നത്. പാർട്ടി അധ്യക്ഷന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് വേദിയിലുണ്ടായിരുന്ന DK ശിവകുമാർ തന്നെ നേരിട്ട് ചാടി എഴുന്നേറ്റ് വന്ന് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതും കോൺഗ്രസിന്റെ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരത്തിന് ഉദാഹരണമായി മാറി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേറെ ശ്രദ്ധ നേടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് കൃത്യമായ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തമായ സന്ദേശമാണ് പാർട്ടി നേതൃത്വം ഇതിലൂടെ നൽകുന്നത്. ഈ ദൃശ്യങ്ങൾ ചേർക്കുന്നു, കാണാം. ಆ ಅಧಿಕಾರವನ್ನ ಅಧ್ಯಕ್ಷಗಿರಿ ಅಧಿಕಾರವನ್ನ ಆಯ್ತಾ? ಇದಿಷ್ಟು ಸುಮ್ಮನಾಗ್ರೆ ಇಲ್ಲೇ ಇದಿಷ್ಟು ಹಿಂಗೆ ಕೂಗಿದ್ರೆ ಇಡೀ ದೇಶ ನಿಮ್ಮ ಕೈಯಾಗ ಬಂದಂಗೆ ಆಗ್ತದ. ಯೂಸ್ಲೆಸ್ ಫೆಲೋಸ್. ಯಾವಾಗಲೂ ಇದು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಇದು ಮೀಟಿಂಗ್. ಇದರಲ್ಲಿ ಯಾವ ಒಂದು ವ್ಯಕ್ತಿ ಮತ್ತು ಮೀಟಿಂಗ್ ಅಲ್ಲ. ಎಲ್ಲರೂ ಸೇರಿ ಪಕ್ಷಕ್ಕೆ ಒಂದುಗೂಡಿಸ್ತಕ್ಕಂಥ ಫಂಕ್ಷನ್ಸ್ ಇದು. ಯಾರೇ ಒಬ್ರು ಒಂದು ಹೇಳೋದು, ಇನ್ನೊಬ್ರು ಒಂದು ಕೂಗೋದು, ಬಾಕಿ ಅವ್ರು ಅದಕ್ಕೆ ಬಂದಾರ? ಕಸ ಗೂಡ್ಸಕ್ ಬಂದಾರ? ಬಂಧುಗಳೇ, ನೆನಪಿಡಿ, ಯಾವಾಗಲೂ ಕೂಡ ಶಿಸ್ತು ಪಕ್ಷಕ್ಕೆ ಬೇಕು. ಇಲ್ಲಿ ವ್ಯಕ್ತಿ ಪೂಜೆ ನಡೆಯೋದಿಲ್ಲ. ಯಾರೆಷ್ಟೇ ದೊಡ್ಡವರಿರಲಿ. ನಾನು ನೋಡಿದ್ದೀನಿ, ನನ್ನ 58 ವರ್ಷದ ರಾಜಕೀಯದಲ್ಲಿ ಏರುಪೇರುಗಳು ನೋಡಿದ್ದೇನೆ. ಮತ್ತು ಅನೇಕ ನಾಯಕರು ಕಾಂಗ್ರೆಸ್ನಿಂದ ಆಗಿದ್ದಾರೆ ಹೊರತಾಗಿ ಅವರ ಕೊಡುಗೆ ಕಾಂಗ್ರೆಸ್ ಕಡಿಮೆ ಇದ್ರೂ ಕೂಡ ಅವರಿಗೆ ಕಾಂಗ್ರೆಸ್ ಹೆಚ್ಚಿನ ಶಕ್ತಿಯನ್ನ ಕೊಟ್ಟಿದೆ. ಅದಕ್ಕಾಗಿ ಸ್ವಲ್ಪ ಶಾಂತವಾಗಿ ನೀವು ಕೇಳಿ. ಯಾಕಂದ್ರೆ ಇದು ನಮ್ಮ ಮೀಟಿಂಗು. ನಾವೆಲ್ಲರೂ ಕೂಡಿ ಪಕ್ಷವನ್ನ ಕಟ್ಟತಕ್ಕಂಥ ಮೀಟಿಂಗು. ಅದಕ್ಕೆ ದಯವಿಟ್ಟು ಯಾರು ಮಧ್ಯದಲ್ಲಿ ಕೂಗಕ್ಕೆ ಹೋಗಬೇಡಿ. ಯಾರೇ ನೀವು ಕೂಗಿದ್ರು ಕೂಡ ಆ ಫುಟೇಜ್ ಇರ್ತದೆ, ನಾನು ಡಿಸಿಪ್ಲಿನರಿ ಆಕ್ಷನ್ ತಗೊಳ್ತೀನಿ.